കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. 2 സ്വതന്ത്ര എംഎൽഎമാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സെല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യമാണ്. ബി.ജെ.പി. എംഎൽഎമാരെ പ്രത്യേകം മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ഒപ്പം 3 കോൺഗ്രസ് എംഎൽഎമാരെ കുതിരക്കച്ചവടത്തിന്റെ ഭാഗമായി ബി.ജെ.പി. പാളയത്തിൽ എത്തിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. സ്വതന്ത്ര എംഎൽഎമാർ പിന്തുണ പിൻവലിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തകൾ കൂടി വരുന്നു. കർണാടകയിലെ സർക്കാർ അവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ? എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, വലിയ നാടകീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കർണാടക കേന്ദ്രീകരിച്ച് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ബി.ജെ.പി. ജെ.ഡി.എസ്. കോൺഗ്രസ് സഖ്യ സർക്കാരിനെ വലിച്ചിടാൻ നീക്കം നടത്തുന്നു എന്ന ആരോപണമുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മൂലബാര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര എംഎൽഎ എച്ച് നാഗേഷ് ഇപ്പോൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് കർണാടക ഗവർണർക്ക് കത്ത് നൽകി. തൊട്ട് പിന്നാലെ റാണാബർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ച ആർ ശങ്കർ, പിന്നീട് അദ്ദേഹം ഒരു ചെറു പാർട്ടി കൂടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, കർണാടക പ്രജ്ഞാപത ജനതാ പാർട്ടി. പഴയ മന്ത്രിയൊക്കെ ആയിരുന്നു കോൺഗ്രസ് സർക്കാരിൽ. അതേകൂടി ഇപ്പോൾ ഈ സർക്കാർ പിൻവലിക്കുന്നു എന്നറിയിച്ചു, സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഗവർണർക്ക് കത്തുമായി. അങ്ങനെ 2 പേരാണ്. ഈ 2 പേരും അതിനുശേഷം മുംബൈയിൽ പ്രത്യക്ഷപ്പെട്ട മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ബി.ജെ.പിക്കൊപ്പമാണ് തങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ നിലവിലുള്ള സഖ്യ സർക്കാരിന് ഒരു ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല. അത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരല്ല. അതുകൊണ്ട് ബി.ജെ.പിയോടൊപ്പം പോകുന്നു. ബി.ജെ.പിക്ക് മാത്രമേ ഒരു ഉറച്ച സർക്കാർ രൂപീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ 2 പേരും പറഞ്ഞിരിക്കുന്നത്. ഇരുവരും ഇപ്പോൾ മുംബൈയിൽ ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമാണുള്ളത്. ഇവർക്കൊപ്പം 4 കോൺഗ്രസ് എംഎൽഎമാർ ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ അറിഞ്ഞിരുന്നത് 3 പേർ എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ 4 പേര് കൂടി ഉണ്ട് എന്നാണ് അറിയാൻ ലഭിക്കുന്ന ഒരു സൂചന. പക്ഷെ ഈ കോൺഗ്രസ് എംഎൽഎമാരും ഇതുവരെ ഒരു തരത്തിലുള്ള പിന്തുണ പിൻവലിക്കലോ അല്ലെങ്കിൽ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചനയും പുറത്ത് നൽകിയിട്ടില്ല. ഈ സ്വതന്ത്ര എംഎൽഎമാർ പിന്തുണ പിൻവലിക്കുന്നത് പോലെ കോൺഗ്രസിന്റെയോ ജെ.ഡി.എസിന്റെയോ എംഎൽഎമാർക്ക് പിന്തുണ പിൻവലിക്കാൻ കഴിയില്ല. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യരാകും. സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും. ബി.ജെ.പി. അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം നിലവിൽ 14 പേരെങ്കിലും രാജിവെച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് ഭരണത്തിലേറാൻ കഴിയുള്ളൂ. അത്തരം ഒരു നീക്കം നടത്തുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി.ജെ.പി. മന്ത്രി റാം ഷിഡെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ കർണാടകയിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കും എന്നാണ്. അത്തരത്തിൽ വലിയ ബി.ജെ.പി. നേതാവ് നീലമംഗലം നാഗരാജിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സർക്കാർ താഴെയിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. കക്ഷിനില അനുസരിച്ച് ബി.ജെ.പിക്ക് 104 എംഎൽഎമാരുണ്ട് കർണാടകയിൽ. പക്ഷേ കോൺഗ്രസിന്റെ 80-ഉം ജെ.ഡി.എസിന്റെ 37-ഉം കൂടാതെ ബി.എസ്.പിയുടെ 1 ചേരുമ്പോൾ 118 പേരുടെ പിന്തുണ സഖ്യ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറിച്ചിടുക എളുപ്പമല്ല. എന്നാൽ പോലും സർക്കാരിനെ അസ്ഥിരമാക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സജീവമായി. അതായത് 14 എംഎൽഎമാരെ കൂടി തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിനിടെ 2 സ്വതന്ത്ര എംഎൽഎമാർ കർണാടകയിലെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണെന്നാണ് സന്തോഷ് നൽകിയ വിവരങ്ങൾ. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം എംഎൽഎമാരെ ഒഴിവാക്കിയതിൽ വ്യാപക പ്രതിഷേധമുയർന്നു. ഒഴിവാക്കിയ നടപടി വിവാദമായതിനെ തുടർന്ന് ചവറ എംഎൽഎ വിജയൻ പിള്ളയെ ഉൾപ്പെടുത്തി. അതേസമയം നൌഷാദ് എംഎൽഎ, നഗരസഭാ മേയർ രാജേന്ദ്ര ബാബു തുടങ്ങിയവരെ ഉദ്ഘാടന ചടങ്ങിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. രാജ്കുമാർ, അല്പസമയത്തിനകം ബൈപ്പാസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിവാദങ്ങൾ അവസാനിച്ചിട്ടുമില്ല. എന്താണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ? നമ്മളോടൊപ്പം നൌഷാദ് എംഎൽഎ തന്നെയുണ്ട്. അദ്ദേഹം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എംഎൽഎ അതുപോലെ തന്നെ നഗരപിതാവിനെയൊക്കെ ഒഴിവാക്കിയ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പ്രതികരിക്കും. ഹലോ എംഎൽഎ, രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെ തുടരുകയാണ്. സ്ഥലം എംഎൽഎ ആയ താങ്കളെ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ ഉദ്ഘാടനം നടക്കുന്നത്. എങ്കിൽ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എങ്ങനെ കാണാം ഈ ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കത്തെ? ഒപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബൈപ്പാസ് തുറന്നു കൊടുക്കുകയാണ്. എങ്ങനെ കാര്യങ്ങൾ കാണുന്നു? അല്ല, ജനങ്ങൾക്ക് വേണ്ടി ബൈപ്പാസ് തുറന്നു കൊടുക്കാൻ പ്രധാനമന്ത്രി എത്തിയത് ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ചതുകൊണ്ടാണ്. ഈ പണി പൂർത്തീകരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. വളരെ 50% ഷെയർ ഉപയോഗപ്പെടുത്തി അതിനോടൊപ്പം തന്നെ അതിന്റെ മോണിറ്ററിംഗ്, വളരെ ക്ലോസ് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടാണ് റെക്കോർഡ് വേഗതയിൽ ഈ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ചത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിൽ ജനാധിപത്യ വിരുദ്ധമായി പ്രോട്ടോകോൾ ലംഘനം നടത്തി
ഇവിടുത്തെ ഈ ബൈപ്പാസ് കടന്നു പോകുന്ന മേഖലയിലെ MLA-മാരെയും കോർപ്പറേഷൻ മേയറെയും ഒഴിവാക്കി തിരുവനന്തപുരത്ത് ശ്രീ O രാജഗോപാലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP ആയ ശ്രീ V മുരളീധരനും ഒക്കെയാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന വേദി പങ്കെടുക്കുന്നത്. ഇത് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനുള്ള മറുപടി ജനങ്ങൾ നൽകും. ജനങ്ങളാണ് ഏറ്റവും പരമപ്രധാനം. ജനങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വേദിയിൽ നിന്ന് ഒഴിവാക്കാനല്ലേ അവർക്ക് കഴിയത്തുള്ളൂ. പക്ഷേ കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല. കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദി. അവിടെ ഞങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഈ വേദിയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടെങ്കിലും സദസ്സിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നു. LDF-ന്റെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ. MLA-യുടെ നിലപാട് എന്താണ്? ഞങ്ങൾ തീർച്ചയായും പങ്കെടുക്കും. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പൂർത്തീകരിച്ചതിന്റെ അതിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ജനാധിപത്യ വിരുദ്ധമായി BJP തുടരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ നടത്തുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. ആ തരത്തിൽ ഈ BJPക്ക് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തവരെ കുറിച്ചും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ കൊല്ലത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് ആരും കരുതണ്ട. ജനങ്ങളുടെ ആവശ്യമാണ് ഇത് തുറന്ന് ലഭിക്കുക എന്നുള്ളത്. അത് നിർവഹിക്കപ്പെടുമ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അതുകൊണ്ട് പങ്കെടുക്കുന്നു. ഈ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ചവറ MLA ഇന്ന് രാവിലെ ഈ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഇരവിപുരം MLA ആയ താങ്കളെ ഒഴിവാക്കി നിർത്തുകയായിരുന്നു. പ്രത്യേക കാരണങ്ങളുണ്ടോ അതോ ഒരു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രം അദ്ദേഹത്തെ ഉൾപ്പെടുത്തി എന്ന് മാത്രമാണോ? അല്ല, മാറ്റി നിർത്തിയതിന് പ്രത്യേക കാരണങ്ങൾ അവരല്ലേ വിശദീകരിക്കേണ്ടത്. O രാജഗോപാലിനെ ഉൾപ്പെടുത്തുക, ഈ ബൈപ്പാസ് കടന്നു പോകുന്ന മേഖലയിലെ MLA മാറ്റി നിർത്തുക, അതിന്റെ മറുപടി BJP ആണ് പറയേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയേണ്ടത്. അത് അവരോട് ചോദിക്കുക. എന്തായാലും ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഈ പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ അവരെ വിചാരണ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് നന്ദി. എന്തായാലും ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം കൊല്ലത്ത് നടക്കും. കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തിച്ചേരും. കൊല്ലത്ത് ഇരവിപുരം MLA നൌഷാദാണ് ഇപ്പോൾ പ്രതികരിച്ചത്. പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയാലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഇതിനുള്ള മറുപടി കൊല്ലത്തെ ജനങ്ങൾ തന്നെ നൽകും. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. രാജ്കുമാർ കൂടി ടെലിഫോണിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്കുമാർ, കേൾക്കാമോ? എന്നാലും കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം അല്പസമയത്തിനകം നടത്തും. സ്ഥലം MLA-മാരെ ഒഴിവാക്കിയതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. വേദിയിൽ അവസരങ്ങളില്ലെങ്കിലും സദസ്സിൽ എത്തി പരിപാടി വൻ വിജയമാക്കുമെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. ഒപ്പം ഇടതുപക്ഷ അനുഭാവികൾ, ജനങ്ങൾ, പ്രദേശവാസികളൊക്കെ പറയുന്നത്. എന്നാലും MLA-മാരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ഉയരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് കൊല്ലത്ത് നിന്ന് ലഭ്യമാകുന്നത്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയ നടപടി ജനാധിപത്യ മര്യാദകളുടെ ലംഘനമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. BJPക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയമാണ് ഉള്ളത് എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വാക്കുകളിലേക്ക്. കൊല്ലം ബൈപ്പാസ് തുറക്കുന്നു എന്നത് കൊല്ലം നിവാസികൾക്കും കേരളത്തിനും ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഈ ഗവൺമെന്റിന്റെയും വികസനത്തിന്റെ തൂവൽ, ഒരു നിർണായകമായ തൂവൽ കൂടി തുന്നിച്ചേർക്കുകയാണ്. പക്ഷെ അതിനെ നിർഭാഗ്യവശാൽ സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രോഗ്രാം മിനിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 4:30 വരെയും വിജയൻ പിള്ളയും നൌഷാദും മേയറും ഉണ്ട്. ഇന്നലെ അത് കഴിഞ്ഞ് 4:30-ക്ക് ശേഷം വീണ്ടും കത്ത് വരുമ്പോ ഇവര് 3 പേരും ഔട്ട്. അതിന് പകരം വന്നത് തിരുവനന്തപുരം MLA, മഹാരാഷ്ട്രയിൽ നിന്ന് പ്രതികരിക്കുന്ന MP, മറ്റേ സുരേഷ് ഗോപി അടക്കമുള്ള MP ആണ് വരുന്നത്. ഇപ്പൊ അവരെ പെടുത്തുന്നതിനെ നമ്മൾ പറയുന്നില്ല. തിരുവനന്തപുരം MLA-ക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കാം. ഈ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ MLA-മാർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുന്ന എന്ത് യുക്തിയുടെ പേരിലാണ്? സന്തോഷകരമായ ചടങ്ങിൽ നിന്ന് സ്ഥലം MLA-മാരെ ഒഴിവാക്കിയ നടപടി തെറ്റെന്ന് മന്ത്രി കെ രാജു. രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് പിന്നിലെന്നും കെ രാജു പറഞ്ഞു. രാവിലെയും അതുപോലെ തന്നെ അത് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരെയും ക്ഷണിക്കേണ്ടത് തന്നെയായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
ഉദ്ഘാടനം നടത്തി നാടിന് സമർപ്പിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൽ പങ്കാളികളാകാൻ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് അവസരം ഒരുക്കേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ മറ്റു പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളെയും മറ്റും കുത്തിത്തിരിയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയുമല്ല. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ജനുവരി 22 വരെ പരിഗണിക്കില്ല. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ജനുവരി 22 പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. എന്നാൽ വിധി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചികിത്സയ്ക്കായി അവധിയിലാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പറ ചീഫ് ജസ്റ്റിസ് മുമ്പാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനുവരി 22 കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. യുവതീ പ്രവേശന വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവധി എത്ര ദിവസം ഉണ്ടെന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. യുവതീ പ്രവേശനത്തിനെതിരെ 50ഓളം പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഇതുവരെ യുവതികൾ പ്രവേശിച്ച കണക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കെ സുരേന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ഇളവ് നൽകാൻ ആകില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഹർജി തള്ളിയത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടി ഹൈക്കോടതിയിലെത്തിയ സുരേന്ദ്രന് കടുത്ത വിമർശനമാണ് ഇന്നും കേൾക്കേണ്ടി വന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. അക്രമം ഉണ്ടാക്കാനല്ലേ പോകുന്നതെന്നും കോടതി വിമർശിച്ചു. പരോളിലുള്ള പ്രതികൾ വരെ മലയിൽ പോകുന്നുണ്ടെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞവർക്ക് ഈ ആനുകൂല്യം നൽകാനാവില്ലെന്ന് ഇതിന് മറുപടിയായി കോടതി വ്യക്തമാക്കി. സുരേന്ദ്രന്റെ പോലീസ് ശക്തമായി എതിർത്തു. ഇതുകൂടി അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. സുരേന്ദ്രന് വേണമെങ്കിൽ ഇളവിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സുരേന്ദ്രനെ നിശിതമായി വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിൽ സർക്കാരിന് രഹസ്യ അജണ്ടയില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാരിന്റെ അജണ്ടയെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. നിരീക്ഷണ സമിതി റിപ്പോർട്ട് പരിശോധിക്കവേ കോടതി നടത്തിയ പരാമർശങ്ങൾക്കുള്ള വിശദീകരണമായാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ശബരിമലയിലെത്തുന്ന പുരുഷഭക്തന്മാരുടെ വിശ്വാസം പരിശോധിച്ചറിയുക സാധ്യമല്ലെന്ന് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിശ്വാസവും പരിശോധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് ലിംഗവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. സർക്കാരിന് സ്ത്രീ പ്രവേശനത്തിൽ രഹസ്യ അജണ്ടയില്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന അജണ്ട മാത്രമേ സർക്കാരിനുള്ളൂ. രഹസ്യ അജണ്ടയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു പാർട്ടിയും അവരുടെ അനുബന്ധ സംഘടനകളുമാണ്. ബിന്ദുവും കനകദുർഗയും അവിശ്വാസികളാണെന്ന വാദം തെളിയിക്കാൻ വേണ്ട രേഖകളില്ല. സ്ത്രീ പ്രവേശനത്തിൽ ബാഹ്യ ഏജൻസിയുടെ ഇടപെടലുണ്ടെന്ന വാദത്തിന് അടിത്തറയില്ല. 2 സ്ത്രീകൾ മല കയറിയതിനാൽ ശബരിമലയിൽ കുഴപ്പങ്ങളില്ല. സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നിരീക്ഷണ സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കവേ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനുള്ള വിശദീകരണം എന്ന നിലയ്ക്കാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. സാലി മുഹമ്മദ്, കൊച്ചി. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ കനകദുർഗയ്ക്ക് ഭർതൃവീട്ടുകാരുടെ മർദ്ദനം. പരിക്കേറ്റ കനകദുർഗ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അക്രമത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാവിലെയാണ് കനകദുർഗ ഭർതൃവീട്ടിലേക്ക് തിരിച്ചെത്തിയത്. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ ഈ വീട് കനകദുർഗ ദർശനത്തിന് പുറപ്പെട്ടതു മുതൽ പോലീസ് കാവലിലായിരുന്നു. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് ഏറെ നാളും വീട് അടഞ്ഞുകിടന്നു. തുടർന്നുണ്ടായ ഭർതൃവീട്ടുകാരുടെ പ്രകോപനമാണ് മർദ്ദനത്തിനു കാരണം. പട്ടിക കഷ്ണമെടുത്ത് ഭർത്തൃമാതാവ് തലക്കടിച്ചെന്നാണ് പരാതി. പോലീസ് എത്തി കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിക്ക് നിസ്സാരമാണ്. പ്രാഥമിക ചികിത്സ നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ഉത്സവം പൂർത്തിയായി. മകരമാസ പൂജയ്ക്ക് ഇന്ന് രാവിലെ നട തുറന്നു. അതേസമയം സമാധാനപരമായി ഈ മണ്ഡലകാലം പൂർത്തിയായെന്നും സുപ്രീം കോടതി പുനഃപരിശോധന ഹർജി നീട്ടിവച്ചതിൽ ബോർഡിന് ആശങ്കയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു.
മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ ദുരൂഹതയേറുന്നു. മനുഷ്യക്കടത്താണോ അതോ വിദേശത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണോ നടന്നത് എന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ കേരളത്തിലെത്തിയ സംഘം താമസിച്ചിരുന്ന ലോഡ്ജുകളിൽ പോലീസ് പരിശോധന നടത്തി. വിവരങ്ങൾ ശേഖരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡൽഹിയിൽ നിന്നെത്തിയെന്ന് കരുതുന്ന സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ആലപ്പാട്ടെ കരിമണൽ ഖനനം തടയണമെന്ന ഹർജിയിൽ സർക്കാരിനോടും IREയോടും ഹൈക്കോടതി നിലപാട് തേടി. നിയമവിരുദ്ധ കരിമണൽ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. കരിമണൽ ഖനനത്തെ തുടർന്ന് ആലപ്പാട് പഞ്ചായത്ത് കടലെടുത്തു പോകുന്ന സ്ഥിതിയാണെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പാട് സ്വദേശിയാണ് ഹർജി നൽകിയത്. 89.5 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ടായിരുന്ന ആലപ്പാട് പഞ്ചായത്തിന്റെ വിസ്തൃതി ഭയാനക വിധം കുറഞ്ഞതായി ഹർജിയിൽ സൂചിപ്പിക്കുന്നു. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സീറോ മലബാർ സഭ. കൊച്ചിയിൽ നടക്കുന്ന സഭാ സിനഡിനെ കുറിച്ച് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകിയെന്ന് സഭ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. സഭയെ അപമാനിക്കുന്നതിനായാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഇതിനു പിന്നിൽ തീവ്രവാദികളും നക്സലൈറ്റ് ബന്ധമുള്ള ചിലരുമാണ്. നിയമ നടപടികൾക്കായി ഫാദർ സെബാസ്റ്റ്യൻ വാണിയപുരക്കലിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതായും സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി ഫ്ലെക്സ് സ്ഥാപിക്കുന്നവർക്ക് തന്നെ തിരികെ നൽകണമെന്ന് ഹൈക്കോടതി. അവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിയമവിരുദ്ധ ബോർഡുകൾ പൊതു ഡംപിംഗ് യാർഡുകളിലേക്ക് മാറ്റരുത്. ഇക്കാര്യം വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് 7 ദിവസത്തിനകം നിർദ്ദേശം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പശു രാഷ്ട്രീയം. BJP പിന്തുടരുന്ന ഹിന്ദു വർഗീയ പ്രീണന നയങ്ങളുമായി കോൺഗ്രസ് സർക്കാരും. തെരുവിലലയുന്ന പശുക്കളെ ദത്തെടുക്കുന്നവരെ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ആദരിക്കുമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സർക്കാരിന്റെ ഉത്തരവ്. ജില്ലാ കളക്ടർമാർക്ക് ചുമതലകൾ കൈമാറിക്കഴിഞ്ഞു. ഹിന്ദുത്വ പ്രീണന നയങ്ങൾ നടപ്പിലാക്കുകയാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ. വസുന്ധരാജ സിന്ധ്യയെ ആദ്യ പശുമന്ത്രിയെ നിയമിച്ചെങ്കിൽ കോൺഗ്രസിന്റെ അശോക് ഗെഹ്ലോട്ട് സർക്കാർ ഒരു പടി കൂടി കടന്ന് തെരുവു പശുക്കളെ ദത്തെടുക്കുന്നവരെ ആദരിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-നും നടക്കുന്ന സർക്കാർ ചടങ്ങുകളിലും പരേഡുകളിലും പശുക്കളെ ദത്തെടുക്കുന്നവർക്ക് പ്രത്യേക സ്വീകരണവും ആദരവും നൽകും. സാമൂഹ്യ പ്രവർത്തകർ, NGOകൾ തുടങ്ങി വ്യക്തികളെയും പശുക്കളെ ദത്തെടുക്കാൻ പ്രേരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ ജില്ലാ കളക്ടർമാർക്കും രാജസ്ഥാൻ സർക്കാർ ഉത്തരവ് കൈമാറി. അധികാരത്തിലേറി ഡിസംബർ 29-നാണ് കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. 80% വരുന്ന ഹിന്ദു വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ നീക്കം. അതേസമയം മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും അശോക് ഗെഹ്ലോട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജില്ലാ കേന്ദ്രങ്ങളിലെ ഗോശാലകളിലെത്തണം. നിശ്ചിത തുക കെട്ടിവച്ച് പശുക്കളെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. BJPയുടെ പശുരാഷ്ട്രീയം കോൺഗ്രസും പിന്തുടരുന്നതിനെതിരെ വിമർശനവും ശക്തമായിട്ടുണ്ട്. BJP നിയമിച്ചതുപോലെ കോൺഗ്രസും രാജസ്ഥാനിൽ പശുവിന് മാത്രമായി ഒരു മന്ത്രിയെ നിയമിച്ചു. മുതിർന്ന നേതാവ് പ്രമോദ് ഭയ്യയാണ് മന്ത്രി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാളിൽ BJPക്ക് രഥയാത്രയ്ക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന് സുപ്രീം കോടതി. ക്രമസമാധാനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പറയുന്ന ആശങ്കകൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. രഥയാത്രയെപ്പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും സംസ്ഥാന സർക്കാരിനെ ധരിപ്പിക്കാൻ BJPക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക അവസാനിക്കുന്നതുവരെ യാത്രയ്ക്ക് അനുമതിയില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. രഥയാത്രയ്ക്കിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരിഗണിക്കണമെന്നും കേസിൽ സിംഗിൾ ബെഞ്ച് വീണ്ടും വാദം കേൾക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് യാത്രയ്ക്ക് അനുമതി തേടി BJP സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. കനയ്യകുമാറിനെതിരെ സമർപ്പിച്ച കുറ്റപത്രം ദില്ലി പാട്യാല ഹൌസ് മെട്രോപൊളിറ്റൻ കോടതി ജനുവരി 19-ന് പരിഗണിക്കും. JNUവിൽ നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. രാജ്യദ്രോഹത്തിന് പുറമെ കലാപമുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, കള്ളരേഖ ചമയ്ക്കൽ തുടങ്ങിയ 8ഓളം വകുപ്പുകളാണ് കനയ്യകുമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യകുമാർ ബീഹാറിലെ ബേഗുസാരായ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് കോടതിയിൽ കുറ്റപത്രം എത്തിയിരിക്കുന്നത്.
സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. ചെറുകിട വ്യവസായങ്ങളെ തരംതിരിക്കുന്നതിന് ടേൺ ഓവർ സമ്പ്രദായം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിഷേധാർഹമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ ഇത് ഇടയാക്കുമെന്ന് പ്രസിഡന്റ് എം ഖാലിദ്, സെക്രട്ടറി എ നിസാമുദ്ദീൻ തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ധനകാര്യ സ്ഥാപനങ്ങൾ ചെറുകിട വ്യവസായ മേഖലയോട് അവഗണന കാട്ടുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു.